അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവൻ മുഖീമാണെങ്കിൽ അഥവാ നാട്ടിൽ സ്ഥിരതാമസക്കാരനായൊരു സാഹചര്യമാണെങ്കിൽ, ചുരുക്കി പറഞ്ഞാൽ യാത്രയിലോ അസുഖബാധിതമായ സാഹചര്യമോ അല്ലാത്ത ഒരാളാണെങ്കിൽ ജമാഅത്തിൽ പങ്കെടുക്കൽ വളരെ നിർബന്ധമായ, ഏകദേശം വാജിബ്, നിർബന്ധം എന്ന രൂപത്തിൽ പറയാൻ കഴിയുന്ന മർത്തബയിലുള്ള ഒരു നിർബന്ധമായ ഒരു പദവിയിൽ സൂചിപ്പിക്കാൻ പറ്റുന്ന ഒരു കർമ്മമാണ് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുക എന്നത്. കാരണം ജമാഅത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളിൽ മുഖീമായ ഒരു മനുഷ്യൻ, മുസാഫിർ അല്ലാത്ത, മരീൽ അല്ലാത്ത, ഉദറുകളില്ലാത്ത ഒരാൾക്ക് ജമാഅത്തിൽ പങ്കെടുക്കൽ വാജിബിനോട് അടുത്ത ഒരു കർമ്മമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ജമാഅത്തിൽ പങ്കെടുക്കാതെ വീട്ടിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമസ്കരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട വിഷയം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുക്കൽ പുരുഷനെ പോലെ നിർബന്ധമില്ല. അവൾക്ക് വീട്ടിലും പള്ളിയിലും നമസ്കരിക്കാം. അത് അവരുടേതായ ഇഖ്തിയാർ, തീരുമാനമനുസരിച്ച് ചെയ്യാവുന്നതാണ്. എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ പോലെ വീട്, പള്ളി അങ്ങനെ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. പള്ളി അഥവാ അവൻ സ്ഥിരതാമസക്കാരനാണ്, മുഖീമാണെങ്കിൽ പള്ളിയിൽ തന്നെ പോകണം എന്നതാണ്. ഇനി നാം മനസ്സിലാക്കേണ്ടത്, മുസാഫിർ അല്ലാത്ത, മരീലല്ലാത്ത, ഉദറുകളില്ലാത്ത ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നമസ്കരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് റസൂല് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായ ഹദീസുകളിൽ കാണാൻ കഴിയും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അദ്ദേഹം പറയുകയാണ്, നമസ്കാരത്തിന് വേണ്ടി വിളിച്ചു പറയപ്പെട്ടു അഥവാ ബാങ്ക് വിളിക്കപ്പെട്ടു. ദാത്ത ബർദിൻ വരീഹിൻ വമത്വരിൻ, ശക്തമായ കാറ്റും ശക്തമായ മഴയും ശക്തമായ തണുപ്പുമുള്ള ദിവസമാണെങ്കിൽ, അതായത് അസഹനീയമായ തണുപ്പ്, പുറത്തിറങ്ങിയാൽ ശരീരത്തിന് പ്രശ്നമുണ്ടാകും. ശക്തമായ കാറ്റ്, കൊടുങ്കാറ്റ് പോലെ, ചുഴലിക്കാറ്റ് പോലെ പുറത്തിറങ്ങിയാൽ അപകടമുണ്ടാകും. അതേപോലെ തന്നെ തോരാത്ത, കുത്തിച്ചുരിയുന്ന പേമാരി പോലെയുള്ള മഴ, പുറത്തിറങ്ങിയാൽ ബുദ്ധിമുട്ടാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഫഖാല ഫി ആഖിരി നിദാഇഹി, ബാങ്കിന് ശേഷം, ബാങ്കിൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം വിളിച്ചു പറയപ്പെട്ടു, അലാ സൊല്ലു ഫി റിഹാലിക്കും, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നമസ്കരിച്ചോളൂ. അലാ സൊല്ലു ഫി റിഹാൽ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നമസ്കരിച്ചോളൂ. അപ്പോൾ സഹോദരങ്ങളെ, ശക്തമായ പേമാരിയും ശക്തമായ കാറ്റും, കൊടുങ്കാറ്റോ ചുഴലിക്കാറ്റോ, വലിയ വലിയ കാറ്റുകൾ അഥവാ അപകടം വിതക്കുന്ന കാറ്റുകളുള്ള സമയത്ത്, പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ നല്ല തണുപ്പുള്ള സമയത്ത്, അത് സാധാരണ കേരളത്തിലെ ഒരു കാലാവസ്ഥ വെച്ച് പറയാൻ പറ്റില്ല, മറിച്ച് വളരെ ഒരിക്കലും ഒരു അംഗീകരിക്കാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ പറ്റാത്ത, ഒരിക്കലും ശരീരത്തിന് താങ്ങാനാവാത്ത തണുപ്പുള്ള സമയത്ത്, ഈ മൂന്ന് സാഹചര്യങ്ങളിലും പള്ളികളിൽ നമസ്കരിക്കുന്ന ആളുകൾക്ക് അവർക്ക് അസൗകര്യം കണക്കാക്കി വീടുകളിൽ നമസ്കരിക്കാം എന്നാണ്. ഇതല്ലാതെ മറ്റു കാരണങ്ങൾ കൊണ്ട് വീടുകളിൽ നമസ്കരിക്കാൻ പുരുഷന്മാർക്ക് പറ്റില്ല, പള്ളിയിൽ തന്നെ പോയി വേണം നമസ്കരിക്കാൻ. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.